ഹായ്, ഞാൻ ദീപ. ഇത് നമ്മുടെ ബാംഗ്ലൂർ ബഡായ് സീരീസിൻ്റെ 5ാമത്തെയും അവസാനത്തെയും വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ബിജുവിൻ്റെ സിസ്റ്റർ ബിൻസിയുടെ വീട് പാലുകാച്ചിന് പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ബാംഗ്ലൂർ വന്നത്. അപ്പോൾ അവരുടെ വീടെന്ന് പറയുന്നത് ഇലക്ട്രോണിക് സിറ്റി ഫേസ് 2 ആ ഏരിയയിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ രാവിലെ 8:30 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് 9:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും അന്നയ്ക്ക് ചെറുതായിട്ട് തല കറങ്ങുന്നു, ഛർദ്ദിക്കാൻ വരുന്നു. എനിക്കാണേലും തലേന്നത്തെ ആ ഒരു തലവേദനയുടെ ഇത് മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നതും രാവിലെയാണ് കഴിക്കുന്നത്. തലേന്ന് രാത്രി ഒന്നും കഴിച്ചിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് ഈ മഹേന്ദ്ര അർണ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഫ്ലാറ്റ്സിൻ്റെ അവിടെയാണ് അവർ ഫ്ലാറ്റ് എടുത്തേക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ കഴിച്ചേച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഇവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഇതിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഇവർ പാലുകാച്ചിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങി. അങ്ങനെ വലിയ ചടങ്ങായിട്ടൊന്നുമില്ല. എന്തായാലും അവരത് പാല് കാച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്നത്. അപ്പോൾ ഇതാണ് ബിൻസി. ബിജുവിൻ്റെ നേരെ ഇളയ പെങ്ങളാണ്. ബിജുവിന് 4 പെങ്ങന്മാരാണ്. മൂത്തത് ചേച്ചിയാണ്. ബിജു രണ്ടാമത്തെ. അത് കഴിഞ്ഞ് ഉള്ളതാണ് ബിൻസി കഴിഞ്ഞ് ബിനി, പിന്നെ ബ്ലസ്സി. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ബിജു, ഞാനും പിള്ളേരും, പിന്നെ പപ്പയും മമ്മിയും, പിന്നെ ഈ കാണുന്നതാണ് അമ്മു, ബ്ലസ്സി. അപ്പോൾ ഇത്രയും പേരേ ഉള്ളൂ. കാരണം ഇത്രയും ദൂരം വരാനായിട്ട് നമുക്ക് പിന്നെ ഈ ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ കുറേ പേർക്കൊന്നും ഇത്രയും ദൂരം വരാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇത്രയും പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് ബിൻസിയുടെ ഹസ്ബൻഡ് ദീപക്കിൻ്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് ബന്ധുക്കളാണ്. പിന്നെ ഇവരുടെ ഫ്രണ്ട്സും അല്ലാണ്ട് ബാംഗ്ലൂരുള്ള എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പ്രമാണിച്ച് കുറേ ടൂറും പിന്നെ വെക്കേഷൻ പ്ലാനും ഒക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ വളരെ ചുരുക്കം 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ട് വരാനായിട്ട്. പിന്നെ ബാക്കി നമ്മൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വീട് പാലുകാച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 3 ബെഡ്റൂം ഫ്ലാറ്റാണ്. 2ാമത്തെ നിലയാണ്. ഇവിടെ ഒത്തിരി ഫ്ലാറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അതിൻ്റെ ഏരിയ ഒക്കെ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു വലിയ കലത്തിൽ പാല് കാച്ചുന്ന പരിപാടിയാണ്. അതങ്ങോട്ട് തിളയ്ക്കുന്നില്ല. അപ്പം അതിനെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓടി നടന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഇവിടെ മൊത്തം പിള്ളേരും ആകെ ബഹളം കേട്ടോ. എന്തായാലും അന്നയ്ക്കും ആനയ്ക്കും കളിക്കാനായിട്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയെന്നുള്ളതാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിൻസിയും ദീപക്കും IT പ്രൊഫഷണൽസ് ആണ്. അപ്പം അവരുടെ ഓഫീസ് ഇവിടെ ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്താണ്. അതാണ് ഇവർ ഇവിടെ തന്നെയായിട്ട് സെറ്റിലാവാൻ തീരുമാനിച്ചത്. ഇതാണ് ബിൻസിയും ദീപക്കും. 2 മക്കളാണ്, ധ്യാനും ഇഷാനും. ഇളയാൾ ഇഷാനും ആനിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഇതാണ് അടുക്കള. ഒത്തിരി സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല സ്റ്റോറേജ് ഉണ്ട്. ചെറിയൊരു അടുക്കള പോലെയാണ് തോന്നുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തായിട്ടാണ് അടുക്കള വരുന്നത്. ഒത്തിരി സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ആ ഹെഡ് യൂണിറ്റും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ സ്പേസ് ഉള്ളെങ്കിൽ ഒത്തിരി സാധനമൊക്കെ വയ്ക്കാൻ പറ്റും. പിന്നെ ആകെ എനിക്കൊരു ഇത് തോന്നിയത്, ഇത് ഇപ്പുറത്തോട്ട് ഇച്ചിരി വർക്ക് ഏരിയ പോലെയാണ്. അതവിടെ തുറന്നിട്ടേക്കുവാണ്. സെക്യൂരിറ്റി ഇഷ്യൂ കാരണം അത് എനിക്കൊന്ന് ഗ്രില്ലെങ്ങാണ്ട് വെച്ച് അടയ്ക്കാൻ പറ്റും തോന്നുന്നു. അപ്പം എനിക്ക് തോന്നിയൊരു ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ അരിയാനും പിടിക്കാനും കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചൊന്നും ചെയ്യാനൊക്കത്തില്ല. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല ക്യൂട്ട് അടുക്കളയാണ്. ഇത് അവരുടെ സ്റ്റഡി റൂമാണ് പിള്ളേരുടെ. ഇത് ഹാളിൻ്റെ മോൾവശമാണ്. ഫോൾ സീലിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്താണ് അവിടെ കർട്ടൻ ഇടാനൊക്കെ ആൾ വന്നത്. ഈ കാണുന്നത് ക്രീം കളറിലുള്ളതൊക്കെ വാൾപേപ്പറാണ്. അപ്പോൾ നമ്മൾ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അധിക സമയമൊന്നും ആയില്ല. ഞങ്ങൾ നേരെ ഈ ഫ്ലാറ്റിൻ്റെ തന്നെ താഴത്തെ ഏരിയയിൽ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ മലയാളികളാണ് കേട്ടോ ഈ ഫുഡ് അറേഞ്ച് ചെയ്തത്. എന്തായാലും ഒരു മലയാളി ടച്ച് ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ സംഭവങ്ങളൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതൊക്കെ കഴിച്ചപ്പോഴാണ് ഇച്ചിരി ഒരു ആശ്വാസം വന്ന എനിക്ക്. നമ്മുടെ ബാംഗ്ലൂർ ചെന്നിട്ട് അത്യാവശ്യം ഒന്ന് നേരെ ചൊവ്വേ കഴിച്ചത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ എന്തായാലും
അത് കഴിച്ചത് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് ആനീനെ പിടിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ കഴിച്ചത്. ആനി എന്നിട്ടും ഒന്നും കഴിക്കാതെ ഇങ്ങനെ തെക്കുവടക്ക് നടക്കുവാണ്. അപ്പോൾ അതാ ഇത്രയും വലിയൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ. പിന്നെ കുറേ പേർക്ക് ഇരിക്കാനും വൈകിട്ടൊക്കെ വന്നിരിക്കാനും ഒക്കെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിങ്ങനെ ചുറ്റി നടന്ന് കാണുമായിരുന്നു. പിന്നെ ഇവർ കുറേ ഇവർക്ക് കുറേ പ്ലേ ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് അന്നെയൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോയി. അല്ലാണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എത്രാമത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പതുക്കനെ ആനീനെ ഉറക്കിയിട്ട് അവിടെ അടുത്ത്, അതായത് നമ്മൾ ഈ ഫ്ലാറ്റിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് ഈ ഫ്ലാറ്റിൻ്റെ ഈ അതേ ഗ്രൂപ്പുകാരുടെ തന്നെയാണെന്ന് തോന്നുന്നു, റൈറ്റ് സൈഡിലായിട്ടൊരു വിശാൽ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മോളുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആനീനെ പതുക്കനെ ഉറക്കി കിടത്തിയേച്ച് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ്. അപ്പം എനിക്ക് വയ്യാതെ പോലെ തോന്നിയോണ്ട് ഞാൻ ആദ്യം പോയില്ല. അപ്പോൾ ബിജു ഒന്ന് പോയി നോക്കിയിട്ട് കൊള്ളാമെന്ന് തോന്നിയപ്പോൾ എന്നെ പിന്നെ ഫോൺ വിളിച്ച് വരുത്തുമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണേലും കുറേ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെയാണ് ഞാൻ നോക്കിയത്. കാരണം നമ്മൾ വീട്ടിലത്തേക്ക് വാങ്ങിച്ചെല്ലാം ആമസോൺ വഴിയാണ്. അതായത് ഇതൊക്കെ ആമസോൺ വഴി മേടിച്ചതിനേക്കാട്ടിലും പകുതിയുടെ പകുതി വിലയുള്ള. അത് എന്തുകൊണ്ടാണ് ഇത്രയും വിലക്കുറവെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ എടുത്തു. കാരണം എനിക്ക് ബൊട്ടിക്കിലേക്കും അല്ലാതെ നമ്മുടെ വീട്ടിലാണേലും കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ആദ്യം എടുത്തു. പിന്നെ ആലോചിച്ചു ഇതെങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബാഗൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് തൃപ്തികരമായില്ല. പിന്നെ ഒരു ചെറിയ ബാഗ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുറേ കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മൾ ഇത്രയും വീതിയുള്ളൊരു കാർപ്പറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിജുവിൻ്റെ കൈ കണ്ട കാർപ്പറ്റ് അത്രയും വീതിയുള്ളത് നല്ല കട്ടിയുള്ള നമ്മുടെ എവിടെയാണെങ്കിൽ 6000, 7000, 8000 റേഞ്ച് വരെ പോവും. പക്ഷേ ഇത് കട്ടി കുറവാണ്. അപ്പോൾ 1000 രൂപ അടുപ്പിച്ചൊക്കെ വരത്തുള്ളൂ. 1000, 1500 ആ റേഞ്ചിലാണ് കാർപ്പറ്റ് വരുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ നമ്മളിങ്ങനെ കാർപ്പറ്റ് എപ്പോഴും എല്ലായിടത്തും പോയി തപ്പുമ്പോഴും നമുക്ക് അത്യാവശ്യം വേണ്ട കാർപ്പറ്റ് നോക്കുവാണെങ്കിൽ എങ്ങനെ വന്നാലും 10000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും അതെല്ലാം കുളമാക്കും. അപ്പം നമ്മൾ ഇവിടെ നോക്കിയപ്പം ഇതിനൊക്കെ 1000 രൂപ, 1500 രൂപ ആ റേഞ്ചിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കാർപ്പറ്റും പിന്നെ ഇങ്ങനെ ഇതുപോലെ റഗ് ഇങ്ങനെ ഇടാവുന്ന ചെറിയതും ഒക്കെ ആയിട്ട് കിച്ചണിലേക്കും നമ്മുടെ ഹാളിലേക്കും ഒക്കെ ആയിട്ട് കുറേ അധികം എടുത്തു. ഇതെങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്നൊരു പിടിയില്ല. എങ്കിലും നമ്മളതെടുത്തൊരു ചെറിയ ബാഗും വാങ്ങിച്ചു തിരിച്ചു വന്നു. പിന്നെയും കുറേ നേരം പിള്ളേരെല്ലാം പല വഴി പോയി കളിക്കലും ബഹളമൊക്കെ ആയിരുന്നു. വൈകിട്ട് വരെ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ വാചം അടിച്ചവിടെ ഇരിക്കുമായിരുന്നു കുറേ നേരത്തേക്ക്. ഇപ്പം പിള്ളേരാണെങ്കിൽ ഫുൾ ടൈം കളിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കനെ മിച്ചം ഉണ്ടായിരുന്ന ഫുഡും ഒക്കെ അടിച്ച് പതുക്കനെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലേക്ക് എത്തി. പിള്ളേർക്കൊക്കെ കളിക്കാൻ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായ ഒരു ഏരിയ. പക്ഷെ നമുക്ക് ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ഇഷ്ടമുള്ളത് ഈ കാണുന്നൊക്കെ വാൾപേപ്പറാണേ, ബ്രിക്ക് പോലൊക്കെ കണ്ടത്. അപ്പോൾ വൈകിട്ട് 6, 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ പതുക്കനെ തിരിച്ചു പോവാണ്. ഇനി വീട്ടിലല്ലല്ലോ റൂമിൽ ചെന്നിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്ന ബാഗിനകത്തും ഇപ്പോൾ വാങ്ങിച്ച ഈ കുഞ്ഞു ബാഗിനകത്തും ഒക്കെ എങ്ങനെ ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ വിശാൽ മാർട്ട് കേട്ടോ. ഇവിടെയാണ് ഒത്തിരി ഡിസ്കൗണ്ട് ഉണ്ട്. മറ്റേ ഡ്രസ് മെറ്റീരിയൽസിനും ഒക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. എന്തായാലും നമ്മൾ തിരികെ വീടെത്തിയിട്ട് എനിക്ക് ജസ്റ്റ് ഒരു KR മാർക്കറ്റോ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മാർക്കറ്റിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് എങ്ങനെ വന്നിട്ടും 9:30, 9:45. അപ്പോൾ പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ നമ്മൾ പാക്കിങ്ങിലേക്ക് കടന്നു. എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് കിടക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ അന്നത്തെ ടാർഗറ്റ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹോട്ടലിൻ്റെ അവസ്ഥ, ദയനീയമായ അവസ്ഥ. പക്ഷെ നമുക്ക് ഒത്തിരി നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് നമ്മളത് ബുക്ക് ചെയ്തത്. അപ്പോൾ റിവ്യൂ എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ.
നമ്മൾ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും ആദ്യത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടൊരു ലേഡിയാണ് റിസപ്ഷനിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരി ഭയങ്കര സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് ബെഡ്ഷീറ്റ് ഇപ്പോൾ തരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലും വളരെ സോഫ്റ്റും സ്വീറ്റും ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും അവർ റൂമൊന്നും ചെക്ക് ചെയ്യാനൊന്നും നിന്നില്ല. അവർ ഓക്കെ പൊക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ബിജുവിനോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഓയോയുടെ ആപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബിജു പറഞ്ഞു ആ ആപ്പുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരി അതങ്ങ് കയ്യിലങ്ങ് മേടിച്ചു. അപ്പോൾ ബിജു ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അല്ല, അത് റിവ്യൂ ഇടുന്നത് കാണിച്ചു തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബിജു പറഞ്ഞു ഞാൻ റിവ്യൂ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഇല്ല, ഞാൻ വേണേൽ എഴുതി തരാം, ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ടൈപ്പ് ചെയ്യാൻ പോയി. അപ്പോൾ ബിജു പറഞ്ഞു അത് വേണ്ട, എനിക്ക് കുറച്ച് സമയമെടുത്ത് റിവ്യൂ ചെയ്യണം, ഞാൻ ചെയ്തോളാം. അപ്പോൾ അവർ കാല് പിടിക്കാൻ തുടങ്ങി. സർ 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 പ്ലീസ് സർ, ഇത് ലാസ്റ്റ് എന്താണ് ന്യൂ ഇയർ ആണ്, ഞങ്ങൾക്കൊരു നല്ല അഭിപ്രായം വേണം എന്നൊക്കെ പറഞ്ഞ് തമിഴാണേ. ഭയങ്കര കാലുപിടുത്തം, ഒരു രക്ഷയില്ല. ബിജു തന്നെ ഇടാന്നായിപ്പോയി. അങ്ങനെ അവരങ്ങ് കരഞ്ഞ് അപേക്ഷിക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും ബിജു റിവ്യൂ ഒന്നും ഇടാൻ പോയില്ല. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി, ഇങ്ങനെ ഇവർ കരഞ്ഞ് പറയുമ്പോഴേ ഒരുവിധം ആൾക്കാർ എന്തായാലും പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരുടെ കയ്യിൽ അങ്ങ് ആപ്പ് അങ്ങ് കൊടുക്കും, അവരത് റിവ്യൂ ഇടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ റേറ്റിംഗ് കിട്ടുന്നത് കേട്ടോ. അതൊരു വല്ലാത്തൊരു അതിശയമായിപ്പോയി ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് നല്ല സർവീസോ നല്ല റൂമോ ഒന്നും കിട്ടിയില്ലെങ്കിലും അവസാനത്തെ ഈ കാലുപിടുത്തത്തിൽ മിക്കവരും വീണ് പോകും എന്നുള്ളതാണ്. അവർ അല്ലാതെ എന്ത് ചോദിച്ചാലും ഭയങ്കര സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഒന്നും ഇല്ല, ഇപ്പം ഇല്ല, നാളെ ആവാം, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ അവസാനം കാല് പിടിക്കുന്ന രീതിയിൽ അങ്ങ് സർ 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 പ്ലീസ് സർ എന്നൊക്കെ പറഞ്ഞ് കയ്യിലൊക്കെ കയറി പിടിച്ച് കളയും. ആ രീതിയിലാട്ടോ അവർ. എന്തായാലും നമുക്ക് എന്താണ് വണ്ടി വരാനുള്ളതുകൊണ്ട് നമ്മൾ വണ്ടി എത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു 11:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. 12:30 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തി, എയർപോർട്ടിൽ. എയർപോർട്ടിൽ നമുക്ക് ആദ്യത്തെ ടാർഗറ്റ് എന്താണ്, ഫുഡ് തന്നെയാണ്. അപ്പോൾ പുറത്ത് തന്നെ ഒത്തിരി ഫുഡ് കോർട്ട്സ് ഉണ്ട്. നമ്മളങ്ങനെ തെക്ക് വടക്ക് നടന്ന് അവസാനം പിസ്സ ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ പിസ്സ ഹട്ടിൽ നിന്ന് പിസ്സ ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ പതുക്കെ അതൊക്കെ കഴിച്ചൊന്ന് സെറ്റായതിന് ശേഷമാണ് അകത്തോട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് കയറിയത്. കാരണം നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 3:30 എങ്ങാണ്ടായിരുന്നു. 3:30 3:45 അപ്പോൾ നമുക്ക് അത്ര നേരത്തെ 1 മണിക്ക് അതൊന്നും അകത്തോട്ട് എനിക്കൊന്ന് കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പതുക്കനെ ഫുഡൊക്കെ കഴിച്ച് എന്താണ് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിസ്സ. പിന്നെ അന്നയ്ക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ്, ആനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അതിനകത്ത് കുറച്ച് ചിക്കൻ പീസൊക്കെ കൊടുത്ത് ആനീനെ ഒന്ന് സെറ്റാക്കി. പിന്നെ ഇതിനകത്ത് ഇത് എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞാലുള്ളതാണ് ഈ ക്രിസ്മസ് ട്രീ ഒക്കെ. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ എന്തോ കോൺടെസ്റ്റൊക്കെ ഉണ്ട് അതിനകത്ത്. അതിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എങ്ങോട്ടോ അയച്ചു കൊടുക്കുമോ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പ്രൈസോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരിയ്ക്കണ്ടേ, എന്ത് പ്രൈസിനാണെങ്കിലും ഫോട്ടോ എടുക്കാനൊന്നും ഇരുന്ന് തരണ്ടേ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതുക്കനെ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മെറ്റലിൻ്റെ പണി കിട്ടാതിരിക്കാൻ എല്ലാം ലഗേജിൽ പറഞ്ഞു വിട്ടു. ചിലതൊന്നും നമ്മൾ പൂട്ടിയ പോലില്ല, നമുക്ക് അവസാനം താക്കോല് പോലും കിട്ടിയില്ല. ഈ കാർപ്പറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചുരുട്ടി കെട്ടി ലഗേജിൽ പറഞ്ഞു വിട്ടു. പിന്നെ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ബാഗേ ഉണ്ടായിരുന്നുള്ളൂ, 1 2 3 ബാഗ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ പോക്കിച്ചിരി എളുപ്പമായിരുന്നു. സകലമാന സംഭവങ്ങൾ നമ്മൾ ലഗേജിൽ കൊടുത്തുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അകത്തോട്ട് നടക്കുന്ന, അതായത് നമ്മുടെ ഗേറ്റ് എവിടാണോ അങ്ങോട്ടേക്ക് നടക്കുന്ന ഏരിയ ആണ്. ഒത്തിരി സംഭവങ്ങളെ പിന്നെ അതൊന്നും തൊടാൻ പറ്റില്ല, പൊള്ളും, അതുപോലത്തെ സംഭവങ്ങളാണ്. ഒത്തിരി നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. നമ്മുടെ ഇവിടെ മുകളിലൊക്കെ കയറുന്ന പോലെ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ വായി നോക്കി നടക്കാം. അപ്പോൾ അങ്ങനെ നടന്നു. പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആനി അപ്പോഴത്തേക്കും ബഹളമായി. ആനീനെ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോവാണ്. അവൾക്കിങ്ങനെ ഓടി കളിക്കാനൊരു സ്ഥലം കിട്ടിയല്ലേ, അപ്പോൾ എടുത്തു വെച്ച ഓട്ടമായിരുന്നു. അവളെ പിന്നെ പിടിച്ചു നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ
പക്ഷെ നമ്മൾ അവിടെ ചെന്നിരുന്ന് കുറേ സമയം നമുക്ക് പോയി. കാരണം കുറേ നേരത്തെ നമ്മൾ പോയത് ഒന്ന്, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൈറ്റ് പിന്നെ 3/4 മണിക്കൂർ ഡിലേ. അപ്പോൾ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒരു 4:30 കഴിഞ്ഞു. 4:30 കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിക്കുന്നത്. ഇവിടെ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീടെത്തി. ഇങ്ങോട്ട് വന്ന് അപ്പം നല്ല രസമായിരുന്നു. നമ്മളിങ്ങോട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് സാധാരണ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതൊക്കെ രാത്രിയിലായിരിക്കും. ഇതിപ്പോൾ ഒരു 6 മണി ആ ടൈം ആയതുകൊണ്ട് ഈ ഫ്ലൈറ്റ് താന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ശംഖുമുഖവും പിന്നെ അവിടുത്തെ പള്ളിയും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇറങ്ങുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് പിള്ളേർക്ക് അവിടെ കുറേ നേരം കളിക്കാനൊരു ഒരു ആക്ടിവിറ്റി പോലത്തെ സംഭവം കിട്ടിയോണ്ട് കുറേ നേരം പിള്ളേർ അവിടെ ഇരുന്നു കേട്ടോ. കുറച്ചു നേരം അതിൽ കളിക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഫ്ലൈറ്റ് ഡിലേ ആയപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ പോക്ക് ഒരു വിധത്തിൽ തീർന്നു. നമ്മളിങ്ങനെ തിരിച്ചെത്തി. പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ ആദ്യം ചെയ്തത് പോയി നമ്മുടെ നല്ല വെള്ളത്തിലൊന്ന് കുളിക്കുകയാണ്. അത് കഴിഞ്ഞ് അപ്പോൾ ബിജു പറഞ്ഞു ഫുഡ് ഓർഡർ ചെയ്യാം, ഇത്രയും വന്നതല്ലേ ക്ഷീണമൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്കിച്ചിരി കഞ്ഞി കുടിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഞ്ഞിയും പയറും റെഡിയാക്കി. ഒരു 1.5 മണിക്കൂറിനകത്ത് കഞ്ഞിയും പയറും ഒക്കെ റെഡിയായി. അത് കുടിച്ചു കഴിഞ്ഞാണ് എൻ്റെ ദൈവമേ എനിക്കൊരാശ്വാസമായത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ബാംഗ്ലൂർ ബഡായി സീരീസിൻ്റെ എൻഡ്. അതായത് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടാണ്. ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് ഊബർ ബുക്ക് ചെയ്യാൻ കുറച്ച് താമസം വന്നു കേട്ടോ. നമുക്ക് വരുന്നില്ലായിരുന്നു, വണ്ടികളൊന്നും വരുന്നില്ലായിരുന്നു. ഇവിടെ ഒരു 3/4 മണിക്കൂറോളം നമ്മൾ പിന്നെ നിന്നു. അപ്പോൾ വീടെത്തിയപ്പോൾ ഒരു 6:30 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ ബഡായി സീരീസിൻ്റെ എൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അത്ര നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് എനിക്കും അറിയാം. അപ്പം നിങ്ങൾ ക്ഷമിക്കുക. അടുത്തടുത്ത വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ ബൈ.